സ്വപ്നം കാണുന്നത് തെറ്റല്ലടാ, എന്നാൽ അതിനൊരു അന്തസ് വേണം. അന്തസ്സോട് കൂടി വേണം സ്വപ്നം കാണാൻ, അല്ലേ? ആത്മാവായി പറക്കോളാ. നിങ്ങൾ എത്ര മദ്യപിച്ച് ബോധമില്ലാതായാലും മോഷണത്തിന് നല്ല ബോധമുണ്ട്. ഇനിയൊരു 10 മൈലും കൂടി പോയാ കൃഷ്ണപട്ടണം നമ്മൾ കടക്കും. ഇനി ഒരു 50 മൈൽ കൂടി നമ്മൾ പോയാലോ ഈ ദേശം തന്നെ കടക്കും. ഇനി നമ്മളെ തടയാൻ ആരും തന്നെ വരില്ല. ആരും എത്തില്ല. എത്തിയിരിക്കും. അവൻ ആരാന്ന് പറ. കൃഷ്ണക്കോട്ടയുടെ അനന്തരാവകാശി വരും. അത്രയ്ക്കും ധൈര്യമുള്ളവനാ. ബ്രിട്ടീഷുകാരുടെ തോക്കിനെ മുട്ടുകുത്തിച്ച രക്തമാണ് അവന്റെ ശരീരത്തിൽ ഒഴുകുന്നത്. അവന്റെ മുത്തശ്ശൻ. നീ മോശക്കാരനാണെങ്കിൽ നിന്നേക്കാൾ മോശമായ അവന്റെ അമ്മാവൻ നിന്നെ പോലെയുള്ള കൊള്ളക്കാരെ അടിച്ചമർത്തുന്ന ആളാണ്. അപ്പോ ഇവനാരാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊന്നു കളഞ്ഞേക്കടാ അവനെ. നിന്റെ നായകന്റെ കഥ ഇതോടെ കഴിഞ്ഞു. കഥ പൂർത്തിയാകാൻ ഇതൊന്നും ക്ലൈമാക്സ് അല്ല, ഇൻട്രൊഡക്ഷൻ. Your countdown starts now. 10. പ്രാർത്ഥനയും ആരാധനയുമായിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്നവന്റെ കണ്ണിൽ മണ്ണിടണം. പാവങ്ങളുടെ മനസ്സിലെ തീ അണയണം. എന്റെ കഴിവും പ്രയത്നവുമെല്ലാം ഇനി അതിനു വേണ്ടിയായിരിക്കും. നീയും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അതിയായി സന്തോഷിക്കും. പാവപ്പെട്ടവർക്കൊരു നിയമം, പണക്കാർക്കൊരു നിയമം, അതിനെ ഞാൻ എതിർത്തിരിക്കും. അമ്മേ,
അമ്മേ 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 ഞാനൊരു അടിപൊളി സ്വപ്നം കണ്ടു അമ്മേ. ഇതുകൂടി തേച്ചോ, കുറച്ചുകൂടി വിളക്കട്ടെ. അമ്മയുടെ ഒടുക്കത്തൊരു തക്കാളി രാവിലെ നല്ലൊരു സ്വപ്നം കണ്ടെന്ന് വന്ന് പറഞ്ഞപ്പോ പറയാൻ വന്ന മൂടെല്ലാം നശിപ്പിച്ച് കൊളാക്കി കളഞ്ഞില്ലേ. സോറിയുടെ മോനെ, സ്വപ്നാണെന്ന് ആദ്യം എന്നോട് പറഞ്ഞൂടെ? അതെ, കണ്ട സ്വപ്നം പറയടാ. ലവ് ആണോ, ആക്ഷൻ ആണോ, ഇമോഷൻ ആണോ? ഇൻട്രൊഡക്ഷൻ. പൊളിച്ചട മോനെ, എല്ലാം നടക്കും. ഹീറോ ആവുമ്പോ അത്രയ്ക്ക് ബിൽഡപ്പ് വേണം. എന്നാലും ഇതുവരെ കുതിരപ്പുറത്ത് കയറിയിരുന്ന ഹീറോകളൊക്കെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, പവർ സ്റ്റാർ ആയി കഴിഞ്ഞു. എന്റെ മോൻ വലിയ സ്റ്റാർ ആകും കേട്ടോ. ഇവൻ സ്റ്റാർ ആവാനാ? ഇവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ആവില്ല. സ്വപ്നം കാണുന്നത് തെറ്റല്ലടാ, അന്തസ്. അന്തസ് അറിയാതെ ആഗ്രഹിച്ചാലുണ്ടല്ലോ വേഗണയും. സെയിം ഡയലോഗ് അമ്മേ. സ്വപ്നത്തിൽ തോക്ക്, ഇവിടെ മണിയടി. സ്വപ്നത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടാൽ വയറ് നിറയില്ലടാ, ശരിക്കുണ്ടാക്കണോടാ. യഥാർത്ഥ ജീവിതത്തില് നിങ്ങൾ എന്താ വലിയ പ്രൈം മിനിസ്റ്റർ ആയോ? പശു ഡോക്ടർ അല്ലേ? എന്റെ ഈ ജോലി കൊണ്ടാടാ നീയൊക്കെ ചോറ് തിന്നുന്നത്. നിങ്ങൾ എന്തായാലും മകന്റെ അടുത്ത് ഫോളോ യുവർ ഫാഷൻസ്, ചേസ് യുവർ ഡ്രീംസ് എന്നൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അമേരിക്കയിൽ കോഴ്സ് ചെയ്തിട്ട് അമേരിക്കയിൽ എന്നെ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. നാളെ മുതൽ നീ ഒരു കോഴ്സിന് പോകണ്ട. എന്റെ ക്ലിനിക്കിൽ വന്നിട്ട് പശുക്കൾക്ക് തെർമോമീറ്റർ വെക്ക്. ആ പറഞ്ഞ തെർമോമീറ്റർ ആണെങ്കിലേ നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോളൂ. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ. ഇവരെക്കുറിച്ച് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ എനിക്ക് സുബ്ബുവിനെ കുറിച്ച് പറയാൻ